സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ കലോത്സവത്തിന് ഇനി 4 നാൾ. കച്ചവട നഗരി ഒരുങ്ങുന്നു. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ശാരീരികവും മാനസികവുമായ അവശതകൾ അനുഭവിക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാകുവാൻ സമൂഹം ശ്രമിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചൂണ്ടൽ പഴുന്നാനയിലെ അരുവി റിഹാബിലിറ്റേഷൻ സെന്റർ ക്രിസ്റ്റൽ ജൂബിലിയും സ്ഥാപക ഡയറക്ടർ വർഗീസ് പാലത്തിങ്കലിന്റെ സപ്തതി ആഘോഷവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണം. നാട്ടുകാരെ ആക്രമിച്ച പേപ്പട്ടി വളർത്തുമൃഗങ്ങളെയും കടിച്ചു. പട്ടിയെ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് റെസ്ക്യൂ ക്യാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. വാർഡ് വിഭജനത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തി. വാർഡ് വിഭജനത്തിനെതിരെ LDF അവതരിപ്പിച്ച പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അംഗം നഫീസക്കുട്ടി വലിയകത്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. UDF ധാരണപ്രകാരം ലീഗ് അംഗം K. ആഷിത രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. 4 വർഷം തികയുന്നതിനു മുമ്പ് നടക്കുന്ന 3ാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷം. വാർത്തകൾ വിശദമായി. ശാരീരികവും മാനസികവുമായ അവശതകൾ അനുഭവിക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാകുവാൻ സമൂഹം ശ്രമിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചൂണ്ടൽ പഴുന്നാനയിലെ അരുവി റിഹാബിലിറ്റേഷൻ സെന്റർ ക്രിസ്റ്റൽ ജൂബിലിയും സ്ഥാപക ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ സപ്തതി ആഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലവിധമായ വൈകല്യങ്ങളാൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന പഴുന്നാന അരുവി റിഹാബിലിറ്റേഷൻ സെന്റർ സാഹോദര്യത്തിന്റെയും അനുകമ്പയുടെയും മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. കനിവിന്റെ കരസ്പർശം നിറയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും കൂട്ടായ്മകളും നാടിന് മുതൽക്കൂട്ടാണ് എന്നും ഗവർണർ പറഞ്ഞു. ചെറിയ ചിന്തയിലൂടെ നിരവധി പേർക്ക് ആശ്വാസമാകാൻ ഫാദർ വർഗീസ് പാലത്തിങ്കലിന് സാധിച്ചതും എയ്ഡ്സ് ബാധിതർക്ക് വേണ്ടി ദക്ഷിണ ഭാരതത്തിലെ ആദ്യ അഭയകേന്ദ്രം തുറന്നതും പ്രശംസനീയമാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തു. ആദ്യമായി അരുവിയിലെ അന്തേവാസികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും എന്റെ സ്നേഹ ആശംസകൾ. ഫാദർ വർഗീസ് പാലത്തിങ്കലിന് എന്റെ ഹാർദമായ ആശംസകൾ. ശാരീരികവും മാനസികവും വെല്ലുവിളി നേരിട്ട സഹോദരങ്ങൾക്ക് അരുവി അഭയവും സുരക്ഷയും നൽകി വരുന്നു. ഇതിലൂടെ ഈ സ്ഥാപനം സമൂഹത്തിന് നൽകുന്നത് സാഹോദര്യത്തിന്റെയും അനുകമ്പയുടെയും മഹത്തായ സന്ദേശം ആണ്. മലയാളത്തിലാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത്. ചടങ്ങിൽ സപ്തതി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ സ്ഥാപക ജോളി ജോയ് ആലുക്കാസ് മുഖ്യപ്രഭാഷണം നടത്തി. അരുവി ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ആദരം ഏറ്റുവാങ്ങി മറുപടി പ്രസംഗം നടത്തി. ഭാരതക്ഷേമം ട്രസ്റ്റ് ചെയർമാൻ PM തോമസ്, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി. കലോത്സവ വിശേഷം. ജില്ലാ കലോത്സവത്തിന് ഇനി 4 നാൾ. കച്ചവട നഗരി ഒരുങ്ങുന്നു. കുന്നംകുളത്ത് നടക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നട്ടുകർമ്മം നടന്നു. പ്രധാന വേദിയായ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 നടുമുറ്റത്ത് നടന്ന പന്തൽക്കാൽ നാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ തൃശൂർ DDE AK അജിതകുമാരി മുഖ്യാതിഥിയായി. പ്രസ്, മീഡിയ പവലിയനുകൾ, പ്രോഗ്രാം, ട്രോഫി കമ്മിറ്റികൾ എല്ലാം പ്രവർത്തിക്കുക ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 17 വേദികൾക്ക് പുറമെ YMCA ഹാളിനോട് ചേർന്ന് ഭക്ഷണ പന്തലും തയ്യാറാക്കും. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ചെയർമാനുമായ PK ഷബീർ അധ്യക്ഷനായ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി പ്രമൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ,
വാർഡ് കൗൺസിലർ ബിജു സി ബേബി, സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ, HM ഡാർലിമോൾ ഐസക്, EP കമറുദ്ദീൻ, കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, പുഷ്പ മുരളി, VK സുനിൽകുമാർ, വിവിധ കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഇനി ഏകാദശി വിശേഷം. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തൃശൂർ PG ബാലൻ വക വിളക്ക് ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ നടന്ന കാഴ്ച ശീവേലിക്ക് മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ഭഗവതിക്കെട്ടിന് സമീപം തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യവും അരങ്ങേറി. വിളക്കാഘോഷത്തിന്റെ 20ാം ദിവസമായ ശനിയാഴ്ച തന്ത്രി വിളക്കാണ്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ വകയാണ് വിളക്കാഘോഷം. NCC ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂരിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് NCC കേഡറ്റുകൾ മധുരനാരങ്ങ വിതരണം ചെയ്തു. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCCയിലെ തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളാണ് വേറിട്ട രീതിയിൽ NCC ദിനം ആഘോഷിച്ചത്. 24 കേരള ബറ്റാലിയനിലെ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ചിത്ര R നായർ, യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് K അബ്ദുൾ അസീസ്, സീനിയർ കേഡറ്റുകളായ CJ ജെറാൾഡ്, ആരോൺ സോണി, അമൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വിഭജനത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തി. വാർഡ് വിഭജനത്തിനെതിരെ LDF അവതരിപ്പിച്ച പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വാസഗൃഹങ്ങളുടെ എണ്ണം കണക്കാക്കിയുള്ള വാർഡ് വിഭജനത്തിനെതിരെ CPMലെ ബിബിത മോഹനാണ് പ്രമേയം അവതരിപ്പിച്ചത്. നഗരകേന്ദ്രത്തിലെ വാർഡുകളിൽ 500-നടുത്തു മാത്രം വോട്ടർമാരും മറ്റു മേഖലകളിൽ 2000-ഓളം വോട്ടർമാരുമുള്ള സ്ഥിതിയാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. LDF കൗൺസിലർമാർ പ്രമേയത്തെ അനുകൂലിച്ചതോടെ UDFും BJPയും എതിർത്തു. ഇത്തരം പ്രമേയം അവതരിപ്പിക്കാൻ കൗൺസിലിന് അധികാരമില്ലെന്നായിരുന്നു BJPയിലെ ശോഭ ഹരിനാരായണന്റെ നിലപാട്. പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് കോൺഗ്രസിലെ KP ഉദയനും ചൂണ്ടിക്കാട്ടി. ഇത് സെക്രട്ടറിയും ശരിവച്ചതോടെ ഭരണപക്ഷം വെട്ടിലായി. വോട്ടിനിട്ടാണ് പ്രമേയം അംഗീകരിച്ചത്. തുടർന്നു സംസാരിച്ച സെക്രട്ടറി H അഭിലാഷ് കുമാർ നഗരസഭയുടെ പരിധിയിൽ വരാത്ത കാര്യത്തിൽ പ്രമേയം പാസാക്കാൻ കൗൺസിലിന് അധികാരമില്ലെന്ന് അറിയിച്ചു. ആഹ്ലാദാരവങ്ങളോടെയാണ് സെക്രട്ടറിയുടെ വിശദീകരണത്തെ പ്രതിപക്ഷം വരവേറ്റത്. കൗൺസിലിന്റെ വികാരം ഉൾക്കൊള്ളുന്ന പ്രമേയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. തന്റെ മൈക്ക് ഓഫ് ചെയ്തതിനെതിരെ KP ഉദയൻ നടുത്തളത്തിലിറങ്ങിയപ്പോൾ CPMലെ ദിനിൽ എത്തിയതോടെ വാക്കുതർക്കമായി. ഇരുപക്ഷക്കാരും നടുത്തളത്തിലെത്തി ഉന്തും തള്ളുമായി. ഏറെ പണിപ്പെട്ടാണ് രംഗം ശാന്തമാക്കിയത്. 1.5 മണിക്കൂർ നീണ്ട ബഹളത്തിനൊടുവിലാണ് അജണ്ടകൾ വായിക്കാൻ ആരംഭിച്ചത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ് ഗുരുവായൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ശനിയാഴ്ച കുന്നംകുളത്ത് ഏകദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വ്യാപാര ഭവനിൽ നടക്കുന്ന ക്യാമ്പിൽ COA ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനാകും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രജീഷ് അച്ചാണ്ടി, CA ബൈജു, PM നാസർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നത് ഭരണകൂട ഭീകരതയെന്ന് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി M കപ്പിക്കാട്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന IPH പുസ്തകമേളയോടനുബന്ധിച്ച് ജനാധിപത്യവും മതേതരത്വവും വർത്തമാന ഇന്ത്യയും എന്ന സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊള്ളാനുതകുന്ന തരത്തിലുള്ള ഭരണഘടനാപരമായ അവകാശമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാന പിൻബലമെന്ന് സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പ്രമുഖ മാധ്യമപ്രവർത്തകൻ C ദാവൂദ് പറഞ്ഞു. വൈരുദ്ധ്യങ്ങളെ ജനാധിപത്യത്തിന്റെ സ്വഭാവമായി കാണുന്നതിനു പകരം അധികാര കേന്ദ്രീകരണത്തിന്റെ തടസ്സമായി കാണുന്നതാണ് പുതിയ കാലത്തെ പ്രവണതയെന്ന് പ്രമുഖ ആക്ടിവിസ്റ്റ് BS ബാബുരാജ് ഭഗവതി വ്യക്തമാക്കി. IPH ഡയറക്ടർ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. അൻസാർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഷഹീദ് പാലിയത്ത് സ്വാഗതവും ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി R ഫൈസൽ നന്ദിയും പറഞ്ഞു. IPH ഏരിയ കോർഡിനേറ്റർ AK അബ്ദുൽ കരീം പ്രാർത്ഥന നടത്തി. കടവല്ലൂർ പഞ്ചായത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതായി പരാതി.
കരാർ നിയമനങ്ങളും ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേണമെന്ന സർക്കാർ ഉത്തരവ് നിലവിലുള്ളപ്പോഴാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത് എന്നാണ് ആരോപണം. 11 വർഷം തുടർച്ചയായി താൽക്കാലിക ജോലി ചെയ്ത ജീവനക്കാരിയുടെ നിയമനം കഴിഞ്ഞ ദിവസം വീണ്ടും നീട്ടി നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പോടെയാണ് കമ്മിറ്റി ഈ നിയമനം പാസാക്കിയത്. പഞ്ചായത്തിൽ സ്ഥിരം ജീവനക്കാരല്ലാത്ത 12 പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും വർഷങ്ങളോളം ഒരേ തസ്തികയിൽ ജോലി തുടരുന്നവരാണ്. തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൽ 2 വർഷവും മറ്റു വിഭാഗങ്ങളിൽ 1 വർഷവുമാണ് കരാർ കാലാവധി. കാലാവധി കഴിഞ്ഞവരെ ചട്ടങ്ങൾ പാലിക്കാതെ പുതുക്കി നിയമിക്കുകയാണെന്ന് പരാതിക്കാരനായ കടവല്ലൂർ പാലത്തുംകുഴിയിൽ ജയപ്രകാശ് പറയുന്നു. സംസ്ഥാനത്തെ വലിയ പഞ്ചായത്തുകളിലൊന്നായ കടവല്ലൂരിൽ 15 പേരാണ് സ്ഥിരം ജീവനക്കാരായി ഉള്ളത്. 20 വാർഡുകളും 12,000 വീടുകളുമുള്ള പഞ്ചായത്തിൽ ആവശ്യത്തിനു വേണ്ട ജീവനക്കാരുടെ പകുതി പോലുമില്ലെന്ന് അധികൃതർ പറയുന്നു. പഞ്ചായത്ത് പരിധിയിലെ ആശുപത്രിയിൽ നിന്നുള്ള ജനന മരണ രജിസ്ട്രേഷനു വേണ്ടി മാത്രം ഒരാളെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട്. മിക്ക ഒഴിവുകളിലും ഭരണകക്ഷി നേതാക്കളുടെ ബന്ധുക്കൾക്കാണ് അവസരം കൊടുക്കുന്നതെന്നാണ് ആരോപണം. CCTV ന്യൂസ് പെരുമ്പിലാവ്. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ആത്മീയ ഗോളത്തിലെ സൂര്യ തേജസ്സാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, കൽദായ സുറിയാനി സഭയുടെ ഔഗേൻ കുര്യാക്കോസ്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്തമാരും തൃശൂർ മുൻ മേയർ IP പോൾ, ജോയ് T വർഗീസ് കോർ എപ്പിസ്കോപ്പ എന്നിവർ സംസാരിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജെയ്സൺ കെ ജോൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റെജി പൌലോസ് കണ്ണാറ നന്ദിയും പറഞ്ഞു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഓർക്കാനും പറയാനുമാണെങ്കിൽ എത്രയോ അനുഭവങ്ങൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാകും. സഭയുടെ ശ്രേഷ്ഠമായ നേതൃത്വത്തെക്കുറിച്ച്, അദ്ദേഹം നമുക്കിടയിൽ പങ്കുവച്ച സ്നേഹത്തെക്കുറിച്ച്, സാധാരണ നിലയിൽ ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ ഒരു പാഠപുസ്തകമായി നടത്തിയ ചൂണ്ടുപലകകളെക്കുറിച്ച്, നിഷ്കപടമായിട്ടുള്ള സ്നേഹവും നിർമ്മലമായിട്ടുള്ള പുഞ്ചിരിയും കാർക്കശ്യമായ നിലപാടുകളും ഉയർന്ന നീതിബോധവും അടിയുറച്ച കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണം. നാട്ടുകാരെ ആക്രമിച്ച പേപ്പട്ടി വളർത്തുമൃഗങ്ങളെയും കടിച്ചു. പട്ടിയെ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് റെസ്ക്യൂ ക്യാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. വ്യാഴാഴ്ച വൈകിട്ടാണ് പട്ടി പേപ്പിടിച്ച ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് കടിയേറ്റെങ്കിലും ഭാഗ്യവശാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത്. കുട്ടി ഓടി രക്ഷപ്പെട്ടു. സ്കൂളിൽ പോകുമ്പോഴാണ് എൻ്റെ കൈമ നായ ബാക്കിലാണ് കടിച്ചത്. അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നായ കൈമ മേലൊക്കെ കടിച്ചു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കുറേ ഇഞ്ചക്ഷൻ കുത്തി. വഴിയോര കച്ചവടത്തിനെത്തിയ മറ്റൊരാളെയും പട്ടി കടിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വീടുകളിലെ ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കും മറ്റ് തെരുവ് നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട്. നാട്ടുകാർ പരിഭ്രാന്തിയിലാണെന്നും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് കൈക്കൊള്ളണമെന്നും പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. പേളകിയിട്ടുള്ള പട്ടി ബൈക്കിൽ പോകുന്ന ആളുകളെ പോലും പോയി കടിക്കാൻ ചെല്ലായിരുന്നു. 2 ദിവസമായിട്ടുള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇത് പഞ്ചായത്തിൽ വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പേളകിയിട്ട് ആടുകളെയും അതുപോലെ തന്നെ ആളുകളെ കടിച്ചതിന് ശേഷമാണ് ഈ തെരുവ് പട്ടികളെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് വ്യാപകമായി കുറേ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും പറയുന്നതാണ് ഈ പട്ടികളെ, തെരുവ് പട്ടികളെ ശല്യമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ, മദ്രസ കുട്ടികൾ ഉൾപ്പെടെ പുലർച്ചെ പോകുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്നുണ്ട്. എല്ലാ വാർഡിലും നടക്കുന്ന ഒരു പ്രശ്നമായിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ വീഴ്ചയും കൂടിയിട്ടാണ്. കാരണം ഈ നാട്ടിൽ തന്നെ, ഈ പാറപ്പുറം മേഖലയിൽ തന്നെ 1.5 മാസം മുമ്പ് മറ്റൊരു തെരുവ് നായ്ക്ക് പേപ്പിടിച്ച് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയാണ് രക്ഷപ്പെട്ടത്. ഈ പട്ടിയുടെ കടിയേറ്റ മറ്റു ചില തെരുവ് നായ്ക്കളും അടുത്തിടെ പേപ്പിടിച്ച് ചത്തിരുന്നു. തെരുവ് നായ്ക്കളുടെ രൂക്ഷമായ ശല്യമുള്ള പ്രദേശമാണ് കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശം. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂരിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ബേപ്പൂർ കരുന്നത്ത് വീട്ടിൽ മണിയെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്.
ഗുരുവായൂരിൽ മോഷണ പരമ്പര നടത്തിയ കേസിലെ പ്രതി മലപ്പുറം താനൂർ പുത്തൻതെരുവ് മൂർഖാടൻ വീട്ടിൽ പ്രദീപിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ മോഷ്ടിച്ച ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ചതിനാണ് മണിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളുമായി നടത്തിയ തെളിവെടുപ്പിൽ 4 കേസുകളിലെ ആഭരണങ്ങൾ കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഡിസംബർ 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡലം UDF ചെയർമാൻ PV ഉമ്മർ മൌലവിയുടെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡലം UDF കൺവീനർ SMK തങ്ങൾ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ചാലിശ്ശേരി മണ്ഡലം UDF കൺവീനർ PI യൂസഫ്, PC ഗംഗാധരൻ, AM ഷെഫീഖ്, ഫൈസൽ മാസ്റ്റർ, സ്ഥാനാർത്ഥി K സുജിത തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ആദ്യമായി CPIM ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളം വേദിയാകുന്നു. ഒരുക്കങ്ങൾ തുടങ്ങി. 2025 ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ കുന്നംകുളം നഗരത്തിൽ വെച്ചാണ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം ടൗൺ ഹാളിൽ ചേരും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ MLA, NR ബാലൻ, ബേബി ജോൺ മാസ്റ്റർ, MK കണ്ണൻ, ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും. 6 പതിറ്റാണ്ട് പിന്നിടുന്ന CPIM-ന്റെ ചരിത്രത്തിലാദ്യമായാണ് കുന്നംകുളം ജില്ലാ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതെന്ന് കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ പറഞ്ഞു. തൃശ്ശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് വെച്ച് 2025 ഫെബ്രുവരി 9, 10, 11 തീയതികളിലായി നടക്കുകയാണ്. CPIM-ൻ്റെ ഒരു ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് വെച്ച് നടക്കുന്നത് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ സമ്മേളനം പ്രൗഢഗംഭീരമായി സംഘടിപ്പിക്കുന്നതിന് വിപുലമായ സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം നാളെ നവംബർ 30 3 മണിക്ക് കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ച് ചേരുകയാണ്. നമ്മുടെ രാഷ്ട്രീയ സംഘടനാ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി കുന്നംകുളത്തെ പാർട്ടി ഘടകങ്ങളും പാർട്ടിയും ആകെ സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമ്മേളനം വിജയകരമാക്കുന്നതിനായി കലാസാംസ്കാരിക പരിപാടികളും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിക്കുമെന്നും സത്യൻ കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ് കുന്നംകുളം. CPIM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് അണ്ടത്തോട് സെന്ററിൽ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 11 മുതൽ 14 വരെയാണ് ചാവക്കാട് ഏരിയ സമ്മേളനം അണ്ടത്തോട് KT ഭരതൻ നഗറിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി 251 അംഗ സ്വാഗത സംഘ രൂപീകരണവും ലോഗോ പ്രകാശനവും നടത്തിയിരുന്നു. സ്വാഗത സംഘം കൺവീനർ MK ബക്കർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, പുനേർകുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, മെമ്പർമാർ, കമ്മിറ്റി അംഗങ്ങൾ, മറ്റു പ്രവർത്തകരും പങ്കെടുത്തു. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ജാഥ, കൊടിമര ജാഥ, ദീപശിഖ ജാഥ, പ്രതിനിധി സമ്മേളനം, വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയുണ്ടാകും. പ്രതിനിധി സമ്മേളനം അണ്ടത്തോട് VP മാമു സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും പൊതുസമ്മേളനം അണ്ടത്തോട് സെന്ററിലുമാണ് നടത്തുക. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സെന്റർ യൂണിറ്റ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നവസാങ്കേതിക വിദ്യയും സാഹിത്യവും എന്ന വിഷയത്തിൽ സെമിനാറും ചർച്ചയും നടത്തി. ബദനി പകൽവീട്ടിൽ നടന്ന സെമിനാർ ബദനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷയായി. TI പ്രേംരാജ്, VC ഗീവർഗീസ്, ജോബ്സൺ അബ്രഹാം എന്നിവർ വിഷയാവതരണം നടത്തി. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അവലോകനം നടത്തി. KG പാറുക്കുട്ടി, ജോബ് രാജ്, രാജഗോപാൽ, ഡെന്നി ജോബ് എന്നിവർ സംസാരിച്ചു. മേരി ഉതുപ്പ് സ്വാഗതവും T മുഹമ്മദ് നന്ദിയും പറഞ്ഞു. വേലൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നവംബർ 28 മുതൽ ഡിസംബർ 3 വരെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലും RSRV സ്കൂൾ അങ്കണത്തിലുമാണ് കേരളോത്സവം നടക്കുന്നത്. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരത്തോടെ ആരംഭിച്ച കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ഈ വർഷം അതിവിപുലമായ രീതിയിലാണ് കേരളോത്സവം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ചൊവ്വനൂർ ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് ക്രിക്കറ്റ് മത്സരം ആരംഭിച്ചു. 12 ടീമുകളാണ് ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തത്.
29 മുതൽ ഡിസംബർ 3 വരെ വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരങ്ങളും 28 മുതൽ ഡിസംബർ 3 വരെ ക്രിക്കറ്റ് മത്സരങ്ങളും 30-ന് വോളിബോൾ, വടംവലി മത്സരം, കബഡി മത്സരം, ബാഡ്മിൻ്റൺ മത്സരം, അത്ലറ്റിക് മത്സരങ്ങളും നടക്കും. 1-ാം തീയതി ആർട്സ് മത്സരങ്ങൾ നടക്കും. വിവിധ വേദികളിലായി നടക്കുന്ന കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ഡിസംബർ 3-ന് വൈകിട്ട് RSR VHSS അങ്കണത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യും. CCTV ന്യൂസ് വേലൂർ. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശീയവിളക്കും അന്നദാനവും ശനിയാഴ്ച നടക്കും. തുടർച്ചയായി 11-ാം വർഷമാണ് ജാതിമത ഭേദമന്യേയുള്ള വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയവിളക്ക് നടത്തുന്നത്. ശനിയാഴ്ച വൈകിട്ട് ചാലിശ്ശേരി മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉടുക്കുപാട്ടിന്റെയും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ സമാപിക്കും. അന്നദാനവും ഉണ്ടാകും. തുടർന്ന് പന്തലിൽ വിളക്കുപാട്ട്, തിരിയൊഴിച്ചിൽ, വെട്ടുംതഴ, കനലാട്ടം എന്നിവ നടത്തും. മരത്തംകോട് മഠാധിപതിയായിരുന്ന ജ്യോതിപ്രകാശിന്റെ മകനും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് അംഗം നഫീസക്കുട്ടി വലിയകത്തിനെ തെരഞ്ഞെടുത്തു. UDF ധാരണപ്രകാരം ലീഗ് അംഗം കെ ആഷിദ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. കെ ആഷിദ നഫീസക്കുട്ടി വലിയകത്തിന്റെ പേര് നിർദ്ദേശിച്ചു. മിസ്രിയ മുസ്താഖ് അലി പിന്താങ്ങി. LDF സ്ഥാനാർത്ഥിയായി ജിസ്ന ലത്തീഫിനെ ഷൈനി ഷാജി നിർദ്ദേശിച്ചു. AS ഷിഹാബ് പിന്താങ്ങി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നഫീസക്കുട്ടി വലിയകത്തിന് 7-ഉം ജിസ്ന ലത്തീഫിന് 6-ഉം വോട്ടുകൾ ലഭിച്ചു. റിട്ടേണിംഗ് ഓഫീസർ സീമ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. തുടർന്ന് നഫീസക്കുട്ടി വലിയകത്ത് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. അനുമോദന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമ ലീനസ്, കെ കമറുദ്ദീൻ, ഗ്രീഷ്മ ഷനോജ്, മെമ്പർമാരായ മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, മിസ്രിയ മുസ്താഖ് അലി, കെ ആഷിദ, സുബ്രഹ്മണ്യൻ, AS ഷിഹാബ്, ബിജു പള്ളിക്കര, ഷൈനി ഷാജി, ജിസ്ന ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. UDF നേതാക്കൾ പുതിയ പ്രസിഡന്റിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ചവിട്ടുനാടകം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകുമെന്ന് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 4 വർഷം തികയുന്നതിനു മുമ്പ് 3ാമത്തെ പ്രസിഡന്റാണ് ചുമതലയേൽക്കുന്നതെന്നും ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ പൊറാട്ട് നാടകം തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇനിയെങ്കിലും ഈ കസേരക്കളി അവസാനിപ്പിച്ച് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വടക്കേക്കാട് പഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിതസഭ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ ചൊല്ലി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ AV രഘുനാഥൻ, CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹരിത കർമ്മസേന കോർഡിനേറ്റർ, CDS മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കി കൊണ്ടുവന്ന മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്യുമെന്റേഷൻ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ കുട്ടികളുടെ ഹരിതസഭ നടന്നു. നഗരസഭാ പ്രദേശത്തെ 24 സ്കൂളുകളിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 200ഓളം കുട്ടികൾ പങ്കെടുത്തു. ടൗൺ ഹാളിൽ നടന്ന ഹരിതസഭ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM ഷെഫീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S ഹർഷിത, C കാർത്തിക, VA ഇംന എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പാടത്ത് കഴുത്തിൽ കയർ കുരുങ്ങി ചത്ത പോത്തിനെ തോട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. പോത്തുടമ കയ്പമംഗലം സ്വദേശിയും പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡിൽ താമസക്കാരനുമായ മുഹമ്മദിന് 20,000 രൂപ പിഴ ചുമത്തി. പുന്നയൂർ കുഴിങ്ങര കുട്ടാടൻ പാടത്തെ മൂക്കഞ്ചേരി തോട്ടിലാണ് പോത്തിന്റെ ജഡം തള്ളിയത്. പ്രദേശത്തുനിന്ന് ദുർഗന്ധമുയർന്നതിനെ തുടർന്ന് പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് തോട്ടിലെ പാഴ്ചെടികൾക്കിടയിൽ നിന്ന് പോത്തിന്റെ പുഴുവരിച്ച് അഴുകിയ ജഡം കണ്ടെത്തിയത്. തുടർന്ന് ഉടമയെ കണ്ടുപിടിച്ച് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുവാനും ചത്ത വളർത്തുമൃഗങ്ങളെ കുറ്റമറ്റ രീതിയിൽ സംസ്കാരം നടത്താതെ പൊതുസ്ഥലത്ത് തള്ളിയതിനെതിരെയും 20,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. അതേസമയം താനിതിന് ഉത്തരവാദിയല്ലെന്നാണ് ഉടമ മുഹമ്മദ് അവകാശപ്പെടുന്നത്. ബുധനാഴ്ച രാത്രിയിലാണ് വെട്ടിപ്പുഴ സ്വദേശി വളർത്തിയിരുന്ന തന്റെ പോത്ത് പാടത്ത് മേയുന്നതിനിടെ കഴുത്തിൽ കയർ കുരുങ്ങി ചത്ത വിവരം അറിഞ്ഞത്.
പോത്തിന്റെ ജഡം കുഴിച്ചുമൂടുന്നതിനായി സംരക്ഷണം നടത്തിയിരുന്ന ആളുൾപ്പെടെ പ്രദേശത്തെ ചിലരെ ഏൽപ്പിച്ചിരുന്നുവെന്നും ഇതിന്റെ ചിലവിലേക്ക് 3000 രൂപ ഇവർക്ക് കൊടുക്കുകയും ചെയ്തതായി പറയുന്നു. എന്നാൽ ഇവർ ജഡം തോട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്ന് മുഹമ്മദ് പറഞ്ഞു. പൊതുസമൂഹത്തിൽ അപകീർത്തിയുണ്ടാവുന്ന തരത്തിലും സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന പ്രവർത്തികൾ ചെയ്തവർക്കെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി തന്റെ നിരുത്തരവാദിത്വം തെളിയിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മുഹമ്മദ്. പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, അസിസ്റ്റന്റ് സെക്രട്ടറി S പ്രിയ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ ആരിഫ BS തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള നീചപ്രവർത്തികൾക്ക് കടുത്ത നടപടിയെടുക്കുമെന്ന് പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. വിദ്യാർത്ഥികൾക്ക് സന്തോഷവാർത്ത. വാട്സപ്പ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ പഠനകാര്യങ്ങൾ നൽകുന്നത് വിലക്കി. വാട്സപ്പിലൂടെ PDF-ഉം നോട്ടുകളും ഒഴുകിയെത്തുന്നത് കണ്ടുമടുത്ത വിദ്യാർത്ഥികൾക്ക് സന്തോഷവാർത്ത. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ വാട്സപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കി. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കുട്ടികൾക്ക് പഠനകാര്യങ്ങൾ ഓർത്തിരിക്കാനും ശരിയായി മനസ്സിലാക്കാനും നോട്ടീസ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത് ഗുണകരമല്ലെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. കുട്ടികൾക്ക് നേരിട്ട് ക്ലാസ്സിൽ ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ നഷ്ടമാകുന്നത് ഒഴിവാക്കണം. ഇക്കാര്യങ്ങൾ ഉറപ്പാക്കാൻ അധികാരികൾ സ്കൂളുകളിൽ ഇടവിട്ട് സന്ദർശനം നടത്തി നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം തേടുകയും വേണം. പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത് കുട്ടികൾക്ക് അധിക ഭാരവും പ്രിന്റ് എടുത്ത് പഠിക്കുന്നത് സാമ്പത്തിക ഭാരത്തിനും ഇടയാക്കുന്നതായി രക്ഷിതാക്കൾ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം N സുനന്ദ നൽകിയ നോട്ടീസിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കിയത്. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ 1 മാസമായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ല. താളം തെറ്റി ഓഫീസ് പ്രവർത്തനം. സാമ്പത്തിക വർഷം കഴിയാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ മുൻവർഷം പൂർത്തിയാക്കാത്തതുൾപ്പെടെ 104 പദ്ധതികളാണ് ഇനിയും പൂർത്തിയാക്കാനുള്ളത്. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ 3 മാസത്തെ അവധിയിൽ പ്രവേശിച്ചത്. ജോലിഭാരവും നിരന്തര പരാതികളും വിവരാവകാശ അപേക്ഷകളും രാഷ്ട്രീയ വടംവലികളുമാണ് അവധിയിൽ പോകാൻ കാരണമെന്നാണ് സൂചന. ഈ സ്ഥിതിയിലായിട്ട് മാസമായിട്ടും പകരം നിയമനമായിട്ടില്ല. നിലവിൽ സെക്കൻഡ്, തേർഡ് ഗ്രേഡ് ഓവർസിയർമാരും ക്ലർക്കുമാണുള്ളത്. വനിതകളായ 3 പേരും ജോലിയിൽ തുടക്കക്കാരാണ്. സർവീസിൽ പ്രവേശിച്ച് 1 മാസം പോലും ആകാത്ത സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർക്കാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചുമതല നൽകിയിട്ടുള്ളത്. ജീവനക്കാരുടെ പരിചയക്കുറവും മാർഗനിർദ്ദേശം നൽകാൻ മേലാധികാരി ഇല്ലാത്തതും ഓഫീസ് പ്രവർത്തനത്തെ തകിടം മറിച്ചു. പഞ്ചായത്ത് ഭരണസമിതി മെമ്പർമാർ എന്നിവർക്ക് പുറമെ നിർമ്മാണ പെർമിറ്റ്, കെട്ടിട നമ്പറിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യവുമായി പൊതുജനത്തിന്റെ സമ്മർദ്ദം കൂടിയാകുന്നതോടെ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. റീടാറിംഗ്, അറ്റകുറ്റപ്പണി, ഇന്റർലോക്ക് കട്ടവിരിക്കൽ ഉൾപ്പെടെ 23 പ്രവൃത്തിക്ക് കഴിഞ്ഞ ദിവസം ടെൻഡർ വിളിച്ചെങ്കിലും പകുതിയിൽ താഴെ മാത്രമാണ് കരാറായത്. ബാക്കി വീണ്ടും ടെൻഡർ വിളിക്കണം. സ്കൂൾ, അങ്കണവാടി, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ നിർമ്മാണങ്ങൾ, അറ്റകുറ്റപ്പണികൾ എന്നിവ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, ടെൻഡർ എഗ്രിമെന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകാനുണ്ട്. ഇതിനു പുറമെ ലൈഫ് PMAY പദ്ധതി പ്രകാരം 200-ലധികം വീടുകൾക്ക് അടിയന്തരമായി നിർമ്മാണ പെർമിറ്റ് നൽകണം. നിർമ്മാണത്തിലുള്ള വീടുകളുടെ വാല്യുവേഷൻ നൽകേണ്ടതും എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അതേസമയം തുടർച്ചയായി 3 മാസം അവധിയിൽ പോകുന്ന എഞ്ചിനീയർമാരുടെ പകരത്തിന് താൽക്കാലിക നിയമനം നടത്തുവാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ യോഗ്യരായ എഞ്ചിനീയർമാരുടെ എംപാനൽ ലിസ്റ്റിൽ നിന്നും ഇത്തരക്കാരെ കണ്ടെത്താൻ കഴിയും. അവധിക്ക് പോയ ഉദ്യോഗസ്ഥൻ വരുന്നതുവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് പുതിയ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. കോതച്ചിറ വടക്കുമുറി ദേശം അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച പന്തൽ അലങ്കാരം, എഴുന്നള്ളിച്ച് വെക്കൽ, ക്ഷേത്രത്തിന് കാലിടൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് 4-ന് അപ്പത്തുവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ശാസ്താംപാട്ടും താലപ്പൊലിയും അകമ്പടിയായി. തുടർന്ന് പന്തലിൽ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, കനലാട്ടം, വെട്ടുംതട, ഗുരുതി തർപ്പണം എന്നീ ചടങ്ങുകൾ നടന്നു. മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള തത്വമസി വിളക്ക് സംഘം വിളക്ക് യോഗക്കാരായി. അന്നദാനവും ഉണ്ടായിരുന്നു. ദേശവിളക്ക് ദിവസമായ വ്യാഴാഴ്ച ജപലഹരി ഭജന സംഘത്തിന്റെ ഭജനയും ഉണ്ടായി. ഭക്തിഗാനമേളയും നടന്നിരുന്നു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പാറപ്പുറം, കളപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും താളത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും ഭജനയുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം വിളക്ക് യോഗത്തിന് നേതൃത്വം വഹിച്ചു. അന്നദാനവും ഉണ്ടായി. പുലർച്ചെ വെട്ടും തട, കനലാട്ടം എന്നിവയും നടന്നു.
യാക്കോബായ സുറിയാനി സഭയുടെ കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 30ാം ഓർമ്മദിനം സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിൽ ആചരിച്ചു. വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുസ്മരണ സന്ദേശം നൽകി. മോർ ഒസ്താത്തിയോസ് ഐസക്, ഡോക്ടർ മോർ അന്തിമോസ് മാത്യൂസ് എന്നീ മെത്രാപ്പോലീത്തമാർ സഹകാർമ്മികരായി. കുർബാനയ്ക്ക് ശേഷം നടന്ന കബറിങ്കലെ ധൂപപ്രാർത്ഥനയ്ക്ക് മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ മറ്റ് മെത്രാപ്പോലീത്തമാർ, വൈദികർ, ഷെമാശന്മാർ, സിസ്റ്റേഴ്സ് എന്നിവരും വിശ്വാസികളും പങ്കെടുത്തു. നേർച്ച വിതരണവും ഉണ്ടായി. സഭയിലെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച 30ാം ശ്രാദ്ധ ഓർമ്മദിനം ആചരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 30ാം ഓർമ്മദിനം ആചരിച്ചു. രാവിലെ 7-ന് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബാവയെ അനുസ്മരിച്ച് ധൂപപ്രാർത്ഥന, നേർച്ച വിളമ്പലുമുണ്ടായി. ശ്രാദ്ധ ദിനാചരണത്തിന് വികാരി ഫാദർ ബിജു മൂങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മാലിന്യ വിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ഗൈഡ് NSS യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റാലി നടത്തി. സ്കൂൾ മുതൽ വെസ്റ്റ് മങ്ങാട് സെന്റർ വരെ നടത്തിയ റാലിക്ക് ശേഷം മങ്ങാട് സെന്ററിൽ ശുചീകരണവും നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിസ്, അസിസ്റ്റന്റ് സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കൂളിന്റെ സമീപത്തുള്ള വീടുകളിൽ പ്ലാസ്റ്റിക്, ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണത്തെക്കുറിച്ച് സർവേയും നടത്തി. സർവേ റിപ്പോർട്ട് ഹരിതസഭയിൽ കുട്ടികൾ അവതരിപ്പിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ്, ഗൈഡ് ക്യാപ്റ്റൻ KV ജിഫി, NSS പ്രോഗ്രാം ഓഫീസർ CF അനി എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 12 വിളക്ക് ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, നീരാഞ്ജന സമർപ്പണം, ദീപാലങ്കാരവും ഉണ്ടായി. മേൽശാന്തി C മുകേഷ് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മാനേജർ VR പരമേശ്വരൻ, PA ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ നിർധനരായ വിദ്യാർത്ഥികളുടെ ചികിത്സാ സഹായത്തിനായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും PTA, MPTA അംഗങ്ങളും ഒത്തൊരുമിച്ചാണ് മേള നടത്തിയത്. വാർഡ് കൌൺസിലർ അജിത ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സ്മിത തെരേസ്, പ്രധാന അധ്യാപിക ഡോക്ടർ സിസ്റ്റർ നോയൽ, CT സിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിന് 1.10 കോടി രൂപയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ടെൻഡർ നടപടികളായി. സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് ഫണ്ട് അനുവദിച്ചത്. കിഫ്ബിക്കാണ് നിർമ്മാണ ചുമതല. 100 വർഷത്തോളം പഴക്കമുള്ള തീരദേശത്തെ സ്കൂളിന് പുതിയ കെട്ടിടം എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. ഒരു കാലത്ത് വിദ്യാർത്ഥികളില്ലാതെ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന സ്കൂളിൽ പിന്നീട് നഗരസഭ ഏറ്റെടുത്തതോടെ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചും ഇപ്പോൾ 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മാതൃകാ പ്രീ പ്രൈമറി സ്കൂൾ കൂടിയായ സ്കൂളിൽ പുതിയ കെട്ടിടം കൂടി വരുന്നതോടെ മുഖച്ഛായ മാറും. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ദിവസേന രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, രാവിലെ 7:30 മുതൽ മേളത്തോടുകൂടിയ കാഴ്ചശീവേലി, എഴുന്നള്ളിപ്പ്, നവകം, പഞ്ചഗവ്യം എന്നിവയുണ്ടാകും. വൈകിട്ട് 4:30 മുതൽ കാഴ്ചശീവേലി, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, തായമ്പക, കേളി, പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകളും ദിവസേനയുണ്ടാകും. ദിവസേന ഭക്തജനങ്ങൾക്ക് അന്നദാനം, എഴുന്നള്ളിപ്പുകൾ, വിവിധ വാദ്യഘോഷങ്ങൾ, കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ പ്രഭാഷണം, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ, ഗാനസുധ, തായമ്പക എന്നിവയുമുണ്ടാകും. ഉത്സവം സമാപന ദിവസമായ ഡിസംബർ 5 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഭഗവാനെ ആറാട്ടിനായി കലശമലച്ചിറയിലേക്ക് എഴുന്നള്ളിക്കും. മേളത്തോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രത്തിലെത്തുകയും 11 പ്രദക്ഷിണം പൂർത്തിയാകുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും. CCTV ന്യൂസ് കുന്നംകുളം. ചൂണ്ടൽ കൃഷി ഭവനിൽ 1 കോടി ബലവൃക്ഷ തൈ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. 75% സബ്സിഡി നിരക്കിൽ വിതരണം നടത്തുന്ന ബലവൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് ബിനു അധ്യക്ഷയായി. കൃഷി ഓഫീസർ P റിജിത്ത്, കൃഷി അസിസ്റ്റന്റ് ജിഷ എന്നിവർ സംസാരിച്ചു. മാവ് ഗ്രാഫ്റ്റ്, സപ്പോർട്ട് ഗ്രാഫ്റ്റ്, ചാമ്പലയർ, പേരലയർ മുതലായവയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത്. തൈകൾ ലഭിക്കുന്നതിന് രേഖകൾ ആവശ്യമില്ല. ഗുണഭോക്തൃ വിഹിതം അടച്ച് കൈപ്പറ്റാവുന്നതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു.
ലക്നൌവിൽ നടക്കുന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗം 4x100 മീറ്റർ റിലേയിൽ ജിയോ ഐസക് സെബാസ്റ്റ്യൻ ഉൾപ്പെട്ട സംഘം സ്വർണം നേടി. കേരള ടീം അംഗം കൂടിയായ ജിയോ ഐസക് സെബാസ്റ്റ്യൻ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ശ്രീകൃഷ്ണപുരത്ത് നടന്നുവരുന്ന പാലക്കാട് റവന്യൂ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പി അനാമികയ്ക്ക് നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ്. കപ്പൂർ പടിപ്പുരയ്ക്കൽ മണികണ്ഠൻ വിബിന ദമ്പതികളുടെ മൂത്ത മകളാണ് അനാമിക. 3ാം ക്ലാസ് മുതൽ അനാമിക കേരള നടനം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഭരതനാട്യം എന്നിവ അഭ്യസിക്കുന്നുണ്ട്. 2022 നാടോടി നൃത്തത്തിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയായ അനാമികയെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സജീന ഷുക്കൂർ, PTA പ്രസിഡന്റ് PV രജീഷ് എന്നിവർ അനുമോദിച്ചു. അച്ഛനും മകളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ യാത്രയായി. പ്രമുഖ അടയ്ക്ക വ്യാപാരി 90 വയസ്സുള്ള കോതോട്ട് ഗോപാലൻ, മകൾ 46 വയസ്സുള്ള ജയസുധ എന്നിവരാണ് ഒരേ ദിനത്തിൽ മരിച്ചത്. ആനായ്ക്കൽ പോർക്കളയങ്ങാട് കിഴക്കൂട്ട് സുരേഷിന്റെ ഭാര്യയാണ് ജയസുധ. രോഗബാധിതയായി തിരുവനന്തപുരത്ത് ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത്. സംസ്കാരം നടത്തി. അതുൽ, അമൽ, ആദിത്ത് എന്നിവർ മക്കളാണ്. പഴഞ്ഞി KKG സൺസ് അടയ്ക്ക മൊത്ത വ്യാപാരിയായിരുന്നു ഗോപാലൻ. സംസ്കാരം പട്ടിത്തടം ഹൈന്ദവ സേവാ സമാജം ശ്മശാനത്തിൽ നടന്നു. പരേതയായ തങ്കയാണ് ഭാര്യ. ജയചന്ദ്രൻ, മണികണ്ഠൻ, പരേതരായ ജയരാജൻ, ആനന്ദൻ, പ്രകാശൻ, സുന്ദരൻ എന്നിവർ മറ്റു മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം വാദ്യകലാകാരൻ കടവല്ലൂർ കല്ലുംപുറം പറച്ചിരിക്കാവിൽ കുഞ്ഞൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഞ്ചവാദ്യ സംഘത്തിന്റെ സ്ഥാപക പരിശീലകരിൽ ഒരാളായിരുന്നു. അംബേദ്കർ ഫെലോഷിപ്പിന് അർഹനായിട്ടുണ്ട്. കുട്ടിമാളു ഭാര്യയും ഷാജി, അജിൽ, സജിൽ എന്നിവർ മക്കളുമാണ്. ചമ്മന്നൂർ A1 റോഡിൽ താമസിക്കുന്ന 8ാം തറയിൽ കബീർ ഹാജി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. റുക്കിയ ഭാര്യയും ഷാജു, ഫാസിൽ എന്നിവർ മക്കളുമാണ്. എളവള്ളി പറക്കാട് വട്ടംപറമ്പിൽ പരേതനായ ദിവാകരൻ ഭാര്യ ലളിത നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മിനി വത്സൻ, പരേതനായ പ്രഭാകരൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കലോത്സവത്തിന് ഇനി 4 നാൾ. കച്ചവട നഗരി ഒരുങ്ങുന്നു. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽക്കാൽ നാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ശാരീരികവും മാനസികവുമായ അവശതകൾ അനുഭവിക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാകുവാൻ സമൂഹം ശ്രമിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചൂണ്ടൽ പഴുന്നാനയിലെ അരുവി റിഹാബിലിറ്റേഷൻ സെന്റർ ക്രിസ്റ്റൽ ജൂബിലിയും സ്ഥാപക ഡയറക്ടർ വർഗീസ് പാലത്തിങ്കലിന്റെ സപ്തതി ആഘോഷവും ഗവർണർ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പാറപ്പുറം ചോല പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണം. നാട്ടുകാരെ ആക്രമിച്ച പേപ്പട്ടി വളർത്തുമൃഗങ്ങളെയും കടിച്ചു. പട്ടിയെ പിന്നീട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഡോഗ് റെസ്ക്യൂ ക്യാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. വാർഡ് വിഭജനത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തി. വാർഡ് വിഭജനത്തിനെതിരെ LDF അവതരിപ്പിച്ച പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അംഗം നഫീസക്കുട്ടി വലിയകത്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. UDF ധാരണപ്രകാരം ലീഗ് അംഗം K ആഷിത രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. 4 വർഷം തികയുന്നതിനു മുമ്പ് നടക്കുന്ന 3ാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.